ബേബി പ്ലാന്റ്സിനെ പറ്റി സംസാരിച്ചൊരു വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴാണ് ഈ കമന്റ് കണ്ടത്. ബേബി പ്ലാന്റ്സിനെ പറ്റി ചോദിക്കുമ്പോൾ എല്ലാ കപ്പിൾസിനും പല കാരണങ്ങളാണ് പറയാനുള്ളത്. ഈ വീഡിയോയിൽ എന്റെ കീർത്തിയുടെ മാത്രം അഭിപ്രായമാട്ടോ പറയാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് ഗുരുദേവ്, വെൽക്കം ബാക്ക്. എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ബേബി എപ്പോൾ കാണാൻ പറ്റുമെന്ന്. വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും എപ്പോഴും ഇത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വല്ല കല്യാണ ഫംഗ്ഷനും പോയാൽ അവിടെ നിന്നും കുറെ പേര് ചോദിക്കും, ഇവർക്ക് എന്താ കുട്ടിയാവാത്തെ, ഇവർക്ക് വല്ല പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഞാനും കീർത്തിയും അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞതാണ് ഞങ്ങൾക്ക് മാക്സിമം ഒരു 5 വർഷങ്ങൾ സമയം തരണം, അത് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ബേബി പ്ലാൻസ് ചിന്തിക്കുമെന്ന്. അത് കഴിഞ്ഞതേ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 2 വർഷമായി, ഇനിയുണ്ട് ഒരു 3 വർഷം. ബേബി പ്ലാൻസ് 5 വർഷം കഴിഞ്ഞു മതിയെന്ന തീരുമാനം ഞാനും കീർത്തിയോട് ഒരുമിച്ചെടുത്തതാട്ടോ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ആദ്യത്തെ കാരണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്നായിരുന്നു. ഞാൻ ഒരുപാട് കപ്പിൾസിനെ കണ്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് 1 മാസം 2 മാസം കഴിയുമ്പോൾ തന്നെ പ്രഗ്നന്റ് ആവും. എന്നാൽ ഇത് കഴിഞ്ഞ് വരുന്ന ചെലവിന്റെ കാര്യമൊന്നും ഇവര് ചിന്തിക്കുന്നുണ്ടാവില്ല. എന്നിട്ട് ഇതിന്റെ ചെലവ് തികയാതെ വരുമ്പോൾ പലരിടത്തും പോയി കടം വാങ്ങി അത് വേറെ വല്ല പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. നാളെ എനിക്കും കീർത്തിക്കും കുട്ടികളാവുമ്പോൾ ഞങ്ങളുടെ മക്കൾ എന്ത് പറഞ്ഞാലും അതൊക്കെ ഞങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റണം. കയ്യിൽ പൈസ ഇല്ല എന്നൊരവസ്ഥ കൊണ്ട് അവർക്കൊന്നും വാങ്ങിക്കൊടുക്കാതിരിക്കാൻ പറ്റരുത്. അതുകൊണ്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നോക്കിയിട്ട് മാത്രം ബേബി പ്ലാൻസ് ചിന്തിക്കുക. പിന്നെ എനിക്കും കീർത്തിക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒരു കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. ആ സ്വപ്നങ്ങളൊക്കെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 5 വർഷം. അതിലെ കുറച്ച് സ്വപ്നങ്ങളിലേക്ക് ഞങ്ങൾ ഇപ്പൊ തന്നെ എത്തിക്കഴിഞ്ഞു. സെക്കൻഡ് പറയാനുള്ളത്, നിങ്ങളുടെ ഭാര്യ ഒരു കുട്ടിയെ നോക്കാനായിട്ട് മെന്റലി ആൻഡ് ഫിസിക്കലി ഓക്കെ ആണെന്ന് നോക്കുക. അങ്ങനെ മെന്റലി ആൻഡ് ഫിസിക്കലി ഓക്കെ ആവാതെ കുട്ടികളാകുമ്പോഴാണ് ഈ പോസ്റ്റ്മോർട്ടം പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയെ കുട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും നിർബന്ധിപ്പിക്കരുത്. പറയുന്നവരും ചോദിക്കുന്നവരും ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. കുട്ടി ആയിക്കഴിഞ്ഞാൽ ഈ ചോദിക്കുന്നവരൊന്നും ഒരു കാര്യത്തിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരില്ല. പിന്നെ കുട്ടികളാക്കാൻ വേണ്ടി മാത്രമാണ് കല്യാണം കഴിക്കുന്നതെന്ന് ചിന്തിക്കരുത്. അതിനുപരി എനിക്കും കീർത്തിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഈ കാണുന്നത് ഞങ്ങളുടെ ആന്റിയുടെ കുട്ടിയാട്ടോ. അപ്പൊ എല്ലാവരും വിഷമങ്ങളൊക്കെ മരിച്ചു നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.